ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഞാനും നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ തുടർന്ന് നമുക്ക് ഇനി വ്ളോഗിലേക്ക് പോകാം കേട്ടോ. ഇന്നത്തെ വ്ളോഗ് നമ്മുടെ സ്കൂൾസിലേക്ക് ജോലിക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ, ഞാൻ പ്രൈവറ്റ് സ്കൂൾസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവിടെ സ്കൂളിൽ ജോലിക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഡെമോ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതായത് ഡെമോ ക്ലാസ്സസ്, അത് പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അങ്ങനെ ഈ ഡെമോ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്കൂളിലേക്ക് ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞ് അവർ നമ്മളെ കോൾ ചെയ്യുമല്ലോ. കോൾ ചെയ്യുമ്പോൾ ചില സ്കൂൾസൊക്കെ നമ്മളെ ഇൻഫോം ചെയ്യും, ഇത്രാം തീയതി ആയിരിക്കും നിങ്ങളുടെ ഡെമോ ക്ലാസ് എന്നുള്ളത്. അപ്പോൾ ചില സ്കൂൾസ് എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ പെട്ടെന്ന് അവിടെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ആ ഇൻ്റർവ്യൂ സമയത്ത് മാത്രമായിരിക്കും, ഒരു ഹാഫ് ആൻ അവർ മുന്നേ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഡെമോ ഉള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെമോ എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്ലാസ് എടുത്ത് മാനേജ്മെൻറ്റിനെ കാണിക്കണം, എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ദ വേ ഓഫ് ടീച്ചിങ്, അതൊക്കെ അറിയാൻ വേണ്ടി എടുത്ത് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തുടക്കക്കാർക്ക് ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഡെമോ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കാര്യങ്ങൾ അറിയായിരിക്കും. ചില ടീച്ചേഴ്സിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ചില കാൻഡിഡേറ്റ്സിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഞാൻ ഉൾപ്പെടെയുള്ളവർ ഫേസ് ചെയ്തതാണ്. എനിക്ക് കാര്യം അറിയാം, പക്ഷേ എനിക്കത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും. നമുക്ക് കാര്യം അറിയുന്നതും നമ്മൾ മറ്റൊരാളിലേക്ക് അത് എത്തിക്കുന്നതും അവരെ അത് മനസ്സിലാക്കിക്കുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമ്മൾ ഇത്തരം ക്ലാസ്സസ് എടുക്കാൻ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല, നമ്മളൊരു CBSE സ്കൂൾസിലാണ് ഇൻ്റർവ്യൂവിന് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ്, അതായത് ഇപ്പോൾ അവിടെ ഹിന്ദി ഉണ്ടെങ്കിൽ ഹിന്ദി ടീച്ചറിന് ഹിന്ദി പറയാം, മലയാളം ടീച്ചറിന് മലയാളം പറയാം. ബട്ട് മറ്റ് സബ്ജക്ട്സ് എടുക്കുന്ന എല്ലാ ടീച്ചേഴ്സും ഇംഗ്ലീഷിലായിരിക്കണം കമ്പൽസറി ആയിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഇല്ലാത്തവർക്ക് അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. അപ്പോൾ നമ്മളൊക്കെ തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇംഗ്ലീഷ് അറിയാം, ബട്ട് നമ്മൾ അത്ര ഫ്ലുവൻ്റ് അല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ, പിന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ അവരുടെ മുന്നിൽ ഈ കാര്യം പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പലരുടെയും ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് നമ്മൾ കൊടുക്കണം, ഇവരെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണം. അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ക്ലാസ് എടുക്കണം. ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ബോർഡ് റൈറ്റിംഗ് ഉണ്ടായിരിക്കണം. അപ്പോൾ ബോർഡ് റൈറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിനും ഒരു മാനദണ്ഡമുണ്ട്. അല്ലാതെ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ ബോർഡ് റൈറ്റിംഗ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അതായത് അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വ്ളോഗിൽ പറയാം, ബോർഡ് റൈറ്റിംഗ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ നമ്മൾ സ്കൂൾസിലേക്ക് ചെല്ലുമ്പോൾ ആസ് ആൻ ഇംഗ്ലീഷ് ടീച്ചർ, അപ്പോൾ ഒരു ഇംഗ്ലീഷ് ടീച്ചറിനാണെങ്കിൽ അവർ നിർദ്ദേശിക്കും ഒരു പാഠഭാഗം, അതായിരിക്കും നമ്മൾ പെട്ടെന്ന് എടുക്കേണ്ടത്. ഇപ്പം ഞാനൊക്കെ പോയ മിക്ക സ്കൂൾസിലും ഞാനാണ് എൻ്റെ ടോപ്പിക്ക് സെലക്ട് ചെയ്തത്. എനിക്ക് മുൻകൂട്ടി അവരെ അറിയിച്ചിരുന്നു നിങ്ങൾക്ക് ഇത്രാം തീയതി ഡെമോ ആണെന്നുള്ളത്. അപ്പോൾ ഒരു 2-3 സ്കൂൾസിലൊക്കെ നമ്മൾ ചെന്ന സമയത്ത് മാത്രമാണ് അറിഞ്ഞത് ഡെമോ ഉടനെ ഇന്ന് തന്നെ എടുക്കണമെന്നുള്ളത്. അപ്പോഴും ടോപ്പിക് സെലക്ഷൻ നമ്മുടെ ചോയ്സ് ആയിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ പോകുന്നവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഈ ഡെമോ ക്ലാസ്സസ് എടുക്കുക. ഈ ഡെമോ ക്ലാസ്സസ് സ്റ്റുഡൻസിൻ്റെ മുന്നിലല്ല എടുക്കുന്നത്. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള 2-3 ടീച്ചേഴ്സും മാനേജ്മെൻറ്റിൽ ഓഫീസ് സ്റ്റാഫും, അങ്ങനെയൊക്കെ ഓഫീസ് സ്റ്റാഫ് റിലേറ്റിംഗ് ടു സ്റ്റഡീസ്, ഇതൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്. അവരും HM-ഉം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഇടയിലായിരിക്കും നമുക്ക് ഈ ക്ലാസ് എടുക്കേണ്ടി വരിക. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലുള്ള ആങ്സൈറ്റിയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ അകാരണമായ ഒരു ഫിയർ അതുണ്ടാവുമല്ലോ. തുടക്കക്കാർക്കൊക്കെ ഒരു സഭാകമ്പം എന്ന് പറയുന്ന സ്റ്റേജ് ഫിയർ അതുണ്ടാവും. അപ്പോൾ 1-2 ഡെമോ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ എടുക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അത്യാവശ്യം നമ്മൾ മോശമാവുമെന്ന് വിചാരിക്കുന്ന ചില ഡെമോ ക്ലാസ്സസ് വളരെ ഹൃദ്യമായി പോകാറുമുണ്ട്, വളരെ മനോഹരമായി എടുക്കാൻ കഴിയുന്ന സാഹചര്യവും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ എഡ്യൂക്കേഷൻ ഒരു പ്രശ്നമാണ്, നമ്മുടെ എക്സ്പീരിയൻസ് ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ആ സമയം അല്ലേ, ആ ടൈം, അതായത് അവർ തരുന്ന 5 to 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ആണ് നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ടൈമിന് അവിടെയുള്ള ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അവർ പറയുന്ന ടൈമിനുള്ളിൽ നമ്മൾ കുറേ ടോപ്പിക്സുകൾ കവർ ചെയ്ത് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ടീച്ചിങ് ജോബിലേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുക, അതായത് നമുക്ക് പോകാൻ കഴിയുക. അതിനുശേഷമുള്ള കടമ്പകളെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ 2-3 കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെസൺ പ്ലാൻ, ലോഗ് എൻട്രീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കുറേ കാര്യങ്ങളുണ്ട്. അത് പിന്നെ നമ്മൾ നേരിടേണ്ട സ്ട്രഗിളാണ്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഡെമോ ക്ലാസ്സസ്. അത് വളരെ സിമ്പിളാണെന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സിമ്പിൾ,
ദാറ്റ്സ് ദ മോസ്റ്റ് ഡിഫറെൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ടീച്ചിങ് ജോബ്. അതായത് അതെടുക്കാതെ ഒരാളിന് പോലും നമുക്ക് പോയി പഠിപ്പിക്കാൻ കഴിയില്ല. ഞാൻ നേരിട്ട സ്കൂൾസിലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ ഡെമോ ക്ലാസ്സസ് എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരു പ്രിപ്പറേഷൻ നമുക്ക് വളരെയധികം ആവശ്യമാണ്. അത് നമ്മൾ സാധാരണ കുട്ടികൾക്കല്ല എടുക്കുന്നത് മിക്ക സ്ഥലത്തും. ചിലപ്പോൾ അവർ കുട്ടികളെ എടുക്കാൻ സമ്മതിച്ചേക്കാം, അത് ഓരോ സ്കൂളിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ മാനേജ്മെൻറ്റും മറ്റ് ടീച്ചേഴ്സിൻ്റെയൊക്കെ മുന്നിലെടുക്കുന്ന ആ ക്ലാസ്സസ് നമ്മളെ സംബന്ധിച്ചൊരു ചലഞ്ച് തന്നെയാണ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണയുണ്ടായിരിക്കണം. എല്ലാത്തിലും ഉപരി ആ ഒരു സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ലക്കും നമ്മുടെ ഭാഗത്ത്, ലക്കെന്നോ പോസിറ്റിവിറ്റി എന്നോ ഈശ്വര വിശ്വാസമെന്നോ, ഞാനൊരു ഈശ്വര വിശ്വാസി ആയതുകൊണ്ട് ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും ആ സമയത്ത് നമുക്ക് കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നല്ല രീതിയിൽ അവസാനിക്കും. അപ്പോൾ ഓരോ ചാലഞ്ചസും ഓരോ ചവിട്ടുപടിയാണ്. നമ്മളൊരിക്കലും പിന്നിലേക്കില്ല, നമ്മളെന്നും മുന്നോട്ട് തന്നെ പോകും. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ആരും ജോലി തന്നില്ലെങ്കിലും നമുക്ക് 2 കുട്ടികൾ, അതിന് നമ്മുടെ മക്കളാണെങ്കിൽ പോലും നമ്മുടെ ഒരു ക്ലാസ് മുറി കിട്ടിയാൽ, ഒരു മുറി കിട്ടിയാൽ അതിൽ 2 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ സ്റ്റുഡൻസും ഒരു കസേരയും ഒരു ഡെസ്ക് അല്ലെങ്കിൽ ഒരു ബെഞ്ചും ഒരു ഡെസ്കും ഉണ്ടെങ്കിൽ നമുക്കതൊരു സ്കൂളാക്കി മാറ്റാൻ കഴിയും, അല്ലെ? ഒരു നല്ല അധ്യാപികയ്ക്ക് അങ്ങനെ കഴിയും. അപ്പോൾ അതുകൊണ്ട് ആരും ഇക്കാര്യത്തിൽ വിഷമിക്കേണ്ടതില്ല. വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി തുടക്കക്കാരായിട്ടുള്ള അധ്യാപകരും ഇപ്പോൾ അധ്യാപനം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാം മുന്നോട്ട് പോകാനുള്ള എല്ലാ ഭാഗ്യവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. കൂടുതൽ നമ്മുടെ കാര്യങ്ങളുമായിട്ടൊക്കെ ഞാൻ വരാം. ഡെമോ, എനിക്കുണ്ടായ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും ഷെയർ ചെയ്യാം. അതുപോലെ പിന്നെ ഈ നേരത്തെ പറഞ്ഞല്ലോ ബോർഡ് റൈറ്റിംഗ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊക്കെ പറയാം. കൂടുതൽ കാര്യങ്ങളുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ടേക്ക് കെയർ. സ്റ്റേ ബ്ലെസ്ഡ്.